ലോകത്തെ എണ്ണാൻ പഠിപ്പിച്ചത് ഭാരതമാണെന്നും അതില്ലായിരുന്നുവെങ്കിൽ സുപ്രധാനമായ ഒരു ശാസ്ത്ര കണ്ടുപിടുത്തവും നടക്കില്ലായിരുന്നു എന്നും പറഞ്ഞത് സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീനാണ്. അറുപിന്തിരിപ്പൻ ബ്രാഹ്മണിക്കൽ ഹെഗമണി ഒന്നുമല്ല. അതെ, 0 മുതൽ 1 ട്രില്യനും അതിലും വലിയ സംഖ്യകൾ വരെ എണ്ണാൻ ഭാരതീയരാണ് ലോകത്തെ പഠിപ്പിച്ചത്. അവർ ഇൻഫിനിറ്റി സങ്കല്പം പോലും മുന്നോട്ട് വെച്ചു. അക്കാലത്ത് ലോകത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിലുള്ളവരുടെ സ്ഥിതി എന്തായിരുന്നു എന്ന് അറിയണമെങ്കിൽ 11ാം നൂറ്റാണ്ടിൽ ഭാരതം സന്ദർശിച്ച അൽ ബിറൂനിയുടെ വാക്കുകളൊന്ന് കേട്ടാൽ മതി. മറ്റ് രാജ്യങ്ങളിലുള്ളവർ അറബികൾ പോലും 1000 വരെ എണ്ണുന്നുള്ളൂ. അതിനപ്പുറമുള്ള സംഖ്യകൾ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഈ ഭാരതീയർക്കുള്ളത് എന്നാണ് അൽ ബിറൂനി കുറ്റപ്പെടുത്തിയത്. അപ്പോഴാണ് ആളുകൾ പറയുന്നത് ആൽജിബ്രയും മറ്റു കാര്യങ്ങളൊക്കെ അറബിയുടെ സംഭാവനയാണ്, സമ്മാനമാണ് എന്നൊക്കെ. 0 ഭാരതത്തിൻ്റെ സംഭാവനയാണെന്ന് ഇന്ന് പലർക്കും അറിയാം. എന്നാൽ ഏത് ഗ്രന്ഥത്തിലാണ് ആദ്യമായി 0 മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയോ? എക്സ്പ്ലിസിറ്റായി 0യെ കുറിച്ച് പറയുന്ന ആദ്യ ഗ്രന്ഥമായിട്ട് ഇന്ന് ലോകം കണക്കാക്കുന്നത് വേദാംഗങ്ങളിൽ ഒന്നായ പിങ്കളാചാര്യൻ്റെ ഛന്ദശാസ്ത്രമാണ്. എന്നാൽ ഇതിനും മുൻപേ തന്നെ വേദ പാരമ്പര്യത്തിൽ 0 ഉപയോഗിക്കപ്പെട്ടിരുന്നു. അതൊരു സത്യമാണ്. 0ത്തിൻ്റെ ഏറ്റവും ആദ്യ ശിലാലിഖിത രൂപം കണ്ടെടുക്കപ്പെട്ടത് ഹിന്ദു രാജാക്കന്മാർ പണി കഴിപ്പിച്ച കംബോഡിയയിലെ ക്ഷേത്ര അവശിഷ്ടങ്ങളിൽ നിന്നാണ്. മറ്റൊന്ന് കണ്ടെത്തിയതോ ഗോളിയോറിലെ ചതുർഭുജ ക്ഷേത്രത്തിൽ നിന്നാണ്. തൂലിക കൊണ്ട് എഴുതിയതിനുള്ള തെളിവാകട്ടെ ഭാരതത്തിൻ്റെ പ്രാചീന ഗണിത ഗ്രന്ഥ അവശേഷിപ്പുകളായ ബഖ്ശാലി ലിഖിതമാണ്. എണ്ണൽ സംഖ്യകളുടെ ഭാരതീയ വേര് തേടിപ്പോയാൽ നാം എത്തിച്ചേരുക വേദങ്ങളിലായിരിക്കും. 10നെ ആധാരമാക്കിയുള്ള ദശാംശ സമ്പ്രദായത്തിൻ്റെ ആദ്യ പ്രതിപാദനം വേദങ്ങളിലാണ് ഉള്ളത്. ലോകത്തിലെ ആദ്യ സമാന്തര ശ്രേണി, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷൻ, അതേപോലെ ആദ്യ ഗുണോത്തര ശ്രേണി അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ പ്രോഗ്രഷൻ എന്നിവയുള്ളതെല്ലാം യജുർവേദത്തിലെ ചമകമന്ത്രങ്ങളിലാണ്. ഏകാചമേ, തിസ്രശ്ചമേ തുടങ്ങിയ ആ ചമകമന്ത്രം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും. ഇല്ലെങ്കിൽ യൂട്യൂബിൽ പോയാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇതുമാത്രമല്ല, 1, 10, 100, 1000 അങ്ങനെ പോയി 1 കഴിഞ്ഞ് 12 പൂജ്യങ്ങളുള്ള പരാർത്ഥം, അതായത് 1 ട്രില്യൺ വരെ പറഞ്ഞു പോകുന്ന മറ്റൊരു മന്ത്രം കൂടി യജുർവേദത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അതായത് വലിയ വലിയ സംഖ്യകൾ ഭാരതത്തിൽ വേദകാലത്ത് തന്നെ ഉപയോഗത്തിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. എന്നാൽ പ്രാചീന ഗ്രീസിലോ അറേബ്യയിലോ ഒന്നും ഇത്തരം വലിയ സംഖ്യകൾ പ്രയോഗത്തിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാലത്ത് മറ്റ് സംസ്കാരങ്ങളിലുള്ളവർ പ്രപഞ്ചത്തിന് സഹസ്രാബ്ദങ്ങളുടെ ആയുസ് കൽപ്പിച്ചു നൽകിയപ്പോൾ ആധുനിക ശാസ്ത്രം ഇന്ന് ഗണിക്കുന്നതിനോട് യോജിച്ചു പോകുന്ന രീതിയിൽ ബില്യനുകളിൽ ആ സംഖ്യ കണക്കാക്കിയ ഭാരതീയരെക്കുറിച്ച് പ്രശസ്ത ജ്യോതിശാസ്ത്രകാരനായ കാൾ സാഗൻ വിലയിരുത്തുന്നുണ്ട്. അത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്തിനാണ് ഭാരതീയർ ഇത്രയൊക്കെ വലിയ സംഖ്യകളെക്കുറിച്ച് പഠിച്ചത് എന്ന്. ലോകത്തിൻ്റെ പ്രായമറിയാൻ വേണ്ടിയായിരുന്നു. വലിയ വലിയ സംഖ്യകളിൽ നിന്നും ഒരിക്കലും അവസാനിക്കാത്ത അനന്തം അഥവാ ഇൻഫിനിറ്റിയുടെ സങ്കല്പത്തിലേക്ക് വരെ ഭാരതം ലോകത്തെ കൈപിടിച്ചാനയിച്ചു. ലോകത്തിലെ എല്ലാ സുപ്രധാന ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുടെയും അടിത്തറയായി മാറിയത് ഭാരതത്തിൻ്റെ ഈ ഗണിത പാരമ്പര്യമാണ്. ഭാരതീയ ഗണിത പാരമ്പര്യം ലോകത്തിനു നൽകിയ കൂടുതൽ സംഭാവനകളെക്കുറിച്ച് നമുക്ക് ഇനി വരുന്ന നാളുകളിൽ ചർച്ച ചെയ്യാം. നാളെ നമുക്കത് തുടരുകയും ചെയ്യാം. ഒരു നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമസ്തേ.